ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് വീഡിയോസ് ഇടുന്നത് കാരണമായിട്ട് നമ്മൾ ലോങ് വീഡിയോ കുറച്ചൊന്ന് മാറ്റി നിർത്തിയേക്കായിരുന്നേ. പക്ഷേ ഷോർട്ട് വീഡിയോസിൽ ഒരുപാട് വ്യൂസുകൾ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഒരുപാട് കമൻറ്റുകളും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ റിപ്ലൈ നമുക്ക് ആ ഒരു ഷോർട്ട് വീഡിയോൻ്റെ കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കാണുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു ലോങ് വീഡിയോയിൽ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് കേൾക്കുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കമൻസുകളുടെ എല്ലാം ഒരു റിപ്ലൈ, എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം റിപ്ലൈ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാട്ടോ. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരുടെയും ഏറ്റവും വലിയ സംശയം എനിക്ക് തോന്നിയത് ഈ 2 ടയർ കേക്കൊക്കെ ചെയ്യുമ്പോഴുള്ള സംശയങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയർ കേക്കുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സ്റ്റിക്കുകൾ കൊടുക്കാറുണ്ട്. 2 ടയർ ആയാലും 3 ടയർ ആയാലും 5 ടയർ ആയാലും എങ്ങനെയായാലും അതെന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളതാണ് ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കാറുള്ളത്. നമ്മൾ ടയർ കേക്കുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തെന്നി പോവാണ്ടിരിക്കാനും അല്ലെങ്കിൽ മുകളിൽ നിന്ന് വെയിറ്റ് കൂടുന്ന സമയത്ത്, കാരണം ഇപ്പം ഞാൻ പറയുന്നത് 5 ടയറിൻ്റെ കാര്യമാണ്. താഴത്തെ ടയറിൽ നമ്മൾ നല്ലോണം സ്റ്റിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടയർ 3 ടയർ 4 ടയർ അങ്ങനെ മുകളിലേക്ക് വെക്കുന്ന ടയറുകളെല്ലാത്തിൻ്റെയും വെയിറ്റ് കാരണം ഏറ്റവും താഴെ ഇരിക്കുന്ന ആ ഒരു കേക്ക് വെയിറ്റ് കൊണ്ടിട്ട് പൊടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ താഴ്ന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതിപ്പോൾ 2 ടയർ ആണെങ്കിൽ നമ്മൾ ടോൾ കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. മുകളിലുള്ള കേക്കിന് നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ താഴത്തെ കേക്ക് നന്നായിട്ട് താഴ്ന്നു പോവുകയും ചരിഞ്ഞു പോവുകയും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം മാത്രമായിട്ട് എടുക്കുക. മാക്സിമം രാവിലെ ഇപ്പോൾ വൈകിട്ട് കൊടുക്കാനുള്ള കേക്കാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്യണം. ഇത് ഞാൻ ഫൈനൽ കോട്ടിങ് രാവിലെ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് വീണിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് സേഫായിട്ട് തന്നെ നമുക്ക് ആ ഒരു കേക്ക് എടുത്ത് സ്റ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനൊക്കെ ഏകദേശം മാറിയില്ലേ. ഇനിയുള്ളത് ഈ ഒരു കേക്കിൻ്റെ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെക്കറേഷനായിട്ട്. അന്നേരം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ടോപ്പിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഈ താഴെ കൊടുത്തേക്കുന്ന മൾട്ടിപ്പിൾ കളറായിട്ട് കൊടുത്തേക്കുന്നത് ടോപ്പിൽ ആ ഒരു ഡിസൈൻ കൊടുത്താൽ മതിയെന്ന്. പക്ഷേ കസ്റ്റമർ എന്നോട് 2 കേക്കിൻ്റെ ഡിസൈൻസുകൾ തന്നിട്ട് അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരൊറ്റ കേക്കിൽ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കേക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ചെയ്യുന്നതും 3 kg വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന 2 ടയർ കേക്കാണ്. താഴത്തെ ടയർ 8 ഇഞ്ച് പാനലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2 8 ഇഞ്ച് പാനൽ ചെയ്തിട്ടുള്ളതാണ് ഈ ചെയ്യുന്ന കേക്ക്. ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന 2 ടയർ കേക്ക് 2 kg വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അത് ഞാൻ 8 ഇഞ്ചിലും 5 ഇഞ്ചിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ടോൾ കേക്കായിട്ട് വേണമെന്നത് കൊണ്ടാണ് ഇത്ര ഹൈറ്റിൽ ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ചർ തന്നിട്ടുണ്ടായിരുന്നേ. ടോപ്പിലത്തെ ടയർ ചെയ്തിട്ടുള്ളത് 5 ഇഞ്ചിൻ്റെ 2 ടിന്നിലാണ് കേട്ടോ. ഈ ഒരു കേക്കൊക്കെ തന്നെ നമ്മൾ രാവിലെ തന്നെ ഫുള്ള് ഫൈനൽ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കേക്കിൻ്റെ ടോപ്പിലത്തെ ടയർ എൻ്റെ കയ്യിൽ നിന്ന് പോയെങ്കിലും കാര്യമായിട്ട് കേക്കിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ടയർ കേക്കുകൾ സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് കേക്ക് സെറ്റായതിനു ശേഷം മാത്രമായിട്ട് സ്റ്റാക്ക് ചെയ്യാൻ പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും വലിയ ഡാമേജുകളൊന്നും ഇല്ലാണ്ട് തന്നെ കേക്ക് നമുക്ക് സേഫായിട്ട് കിട്ടും. ഈ ഒരു കേക്കുകൾ അത്രയും ഞാൻ ചെയ്യുന്നത് 20-ാം തീയതി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 21-ാം തീയതി നമ്മൾ സ്പഞ്ച് മാത്രമേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതൊന്നും ഫ്രോസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു കേക്കുകൾ അത്രയും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറിയും ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു കേക്കിലോട്ട് കയറാൻ പോലും പറ്റുള്ളൂ. 21-ാം തീയതി വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എൻ്റെ മോളുടെ ബർത്ത്ഡേയും അന്നാണ് കേട്ടോ. ആൾക്ക് 9 വയസ്സാണ് ആവുന്നത്. അപ്പോൾ ആൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കേക്കുകൾ ചെയ്യുമ്പോഴും ആൾ പറയുന്നത് ആൾക്കൊരു യൂണിക്കോൺ തീമിലുള്ള കേക്ക് വേണം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് സെറ്റാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അന്നറിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് നല്ലതുപോലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ആളുടെ ബർത്ത്ഡേ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കേക്ക് ഞാൻ തട്ടിക്കൂട്ടിയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒട്ടും സമയമില്ലാണ്ട് ഒരു സ്ക്വയർ കേക്കിൽ യൂണിക്കോണിൻ്റെ പ്രിൻ്റൊക്കെ വെച്ചിട്ട് നമ്മൾ കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയാലും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെ സർപ്രൈസായിട്ട് ആളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയൊക്കെ വന്നിട്ട്
അടിപൊളിയായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്താൽ പോലും ഇത്രയധികം നല്ലതുപോലെ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ എന്തായാലും മോളുടെ ബർത്ത്ഡേ അതിമനോഹരമായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റി. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇത് 20-ാം തീയതിയിലത്തെ മാത്രമാണ്. അതിൽ മാക്സിമം പറ്റുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊന്നും നമുക്ക് പെട്ടെന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം വീഡിയോൻ്റെ സ്പേസിൻ്റെ പ്രശ്നങ്ങൾ കാരണമായിട്ട് കുറച്ച് വീഡിയോസ് മുന്നേ കിടക്കുന്നത് കൊണ്ടും എനിക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും മാക്സിമം പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കമൻറ്റ് കണ്ടു, ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, ഫോൺ ഉപയോഗിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്, ക്യാമറയൊന്നുമില്ല. പിന്നെ ട്രൈപോഡിലാണ് ഫോൺ വെച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ട്രൈപോഡ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ്, ക്യാമറ സ്റ്റിക്ക് വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. നമ്മൾ കേക്ക് കൊടുക്കുന്ന സമയത്ത് കേക്കുകളുടെ റിവ്യൂസ് കേൾക്കുമ്പോഴാണ് ഒത്തിരി സന്തോഷം തോന്നാറുള്ളത്. അതേപോലെ തന്നെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു ഈ ഒരു കേക്കിൻ്റെ റിവ്യൂ കേട്ട സമയത്ത്. ആളെൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. ആളുടെ വീടും എൻ്റെ വീടുമായിട്ട് നല്ല ദൂരമുണ്ട് കേട്ടോ. എന്നാലും ആൾ എനിക്ക് തന്നെയാണ് ഓർഡർ തരുന്നത്. ഞാൻ ബേക്കിങ് ആൾക്ക് ഫസ്റ്റ് എന്ന് കേക്ക് ഡെലിവറി ചെയ്തു അന്ന് തൊട്ട് ഇന്ന് വരെയും ആൾ എൻ്റെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സംസാരിക്കുന്ന ഇഷ്ടമാണ്. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ പോകുന്ന വഴിക്ക് സംസാരിച്ച് പോകുമ്പോഴത്തേനും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടിയായിട്ടുള്ള കാര്യം. പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റും. ഇതാകുമ്പോൾ നമ്മൾ പല കേക്കുകളൊക്കെ കയറി വരുന്നത് കാരണമായിട്ട് അതിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. അതാണോ എൻ്റെ ലോങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, അത് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു കേക്കിൽ വെച്ചേക്കുന്നത് അത്രയും ഫോക്സ് ബോളാണ് കേട്ടോ. അത് കഴിക്കാൻ പറ്റില്ല. ഒരുപാട് പേര് പല വീഡിയോസിലായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് കഴിക്കാൻ പറ്റുന്ന ബോളാണോ എന്ന്. ഇത് ചോക്ലേറ്റ് ബോളല്ല, ഫോക്സ് ബോളാണ്. ഇത് എഡിബിൾ അല്ല കേട്ടോ, നോൺ എഡിബിളാണ്. ഇത് ചോക്ലേറ്റിലും ചെയ്യാം. പക്ഷേ ഇത് നമ്മളിപ്പോൾ കേക്കിന് മാച്ച് ചെയ്യുന്ന കളറിനനുസരിച്ച് ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. ഒരു പാക്കറ്റിന് 140 രൂപയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 പാക്കറ്റ് കേക്കിൽ വെക്കാൻ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമറിൻ്റെ നിന്ന് റേറ്റ് വാങ്ങിക്കും. നമ്മൾ ഓർഡർ കിട്ടുന്ന സമയത്ത് തന്നെ കസ്റ്റമർക്ക് എല്ലാ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പിന്നെ പറയുകയാണെങ്കിൽ അത് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസൊക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ഓർഡർ തരുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഫോണ്ടൻറ്റോ അല്ലെങ്കിൽ ഫോക്സ് ബോളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇത്ര രൂപയാവും എന്നുള്ള കാര്യമൊക്കെ കസ്റ്റമർക്ക് നേരത്തെ തന്നെ പറയാനായിട്ട് ശ്രമിക്കണം. അന്നത്തെ ദിവസം എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു 4 കേക്കായിരുന്നു. ഇത് കൂടാണ്ട് ഒരു കേക്കും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതെനിക്ക് നേരത്തെ കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ ഞാനത് ഓൾറെഡി രാവിലെ കൊടുത്തു. ഇത് ഇത്ര എനിക്ക് വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കുകളായിരുന്നു. അപ്പോൾ കേക്കിൻ്റെയൊക്കെ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ആരും മറക്കണ്ട, ലോങ് വീഡിയോ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.